ഹലോ, എല്ലാവർക്കും ആലീസിൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ക്രിസ്മസ് ഞാൻ എല്ലാവർക്കും ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു പ്ലം കേക്ക് ആയാലോ? എന്നാൽ എല്ലാവരും ഓടിവായോ. ഈ കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ്: ജാതിക്കുരു ചതച്ചത്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ഓറഞ്ചും തൊലി വിളയിച്ചത്, ബദാം, കശുവണ്ടിപ്പരിപ്പ്. കാരമലൈസ് ചെയ്യാനായി അടുപ്പ് കത്തിച്ചു. അതിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തു. അതിലോട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. അത് മെൽറ്റാകാനായി അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മെൽറ്റായതിന് ശേഷം ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുത്തു. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇതിലൊഴിച്ചു കൊടുക്കാനായി വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. അത് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തു. കരിയാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. അതിലോട്ട് ഒരു 3/4 കപ്പ് റമ്മ് ഒഴിച്ചു കൊടുക്കുന്നു. പ്ലം കേക്കിന് നമുക്ക് റമ്മിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്. അത് എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നു. അതിൽ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ച് വെച്ചതും ഇട്ട് കൊടുത്തു. ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇളക്കി ഒന്ന് വറ്റി വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിയാൻ പാടില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ സ്വന്തമായി ഉണ്ടാക്കി വെച്ചിരുന്ന ബട്ടർ ഒരു 3/4 കപ്പോളം ഇട്ട് കൊടുക്കുന്നു. അത് ഇളക്കി നന്നായിട്ട് മെൽറ്റാകണം. ഇത് ഓയിലിന് പകരം ബട്ടർ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അതിൽ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടി ഒരു മിക്സിയുടെ കപ്പിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തു. അതിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് അത് നന്നായി പൊടിച്ചെടുക്കണം. ആ കപ്പിലോട്ട് തന്നെ ഞാൻ 2 മുട്ട ഉടച്ചൊഴിച്ചു. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം കൂടി നന്നായി ഇളക്കി അവിടെ മാറ്റി വയ്ക്കുന്നു. ഇനി ഒരു 3/4 കപ്പ് മൈദ അരിപ്പയിലിട്ട് കൊടുക്കുന്നു. അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കുന്നു. ഇത് ഞാൻ 2 പ്രാവശ്യം അരിച്ചു, 1 പ്രാവശ്യമേ കാണിച്ചുള്ളൂ എന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അതിലോട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുന്നു. പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഒരേ വശത്തോട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു കളറ് നമ്മളുടെ പാറ്റേണിന് വരുന്ന കണ്ടോ? ഇങ്ങനെ വേണം തയ്യാറാക്കാൻ. ഇനി ഒരു കേക്കിൻ്റെ ടിന്നിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. അതിലും കുറച്ച് ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നു. കണ്ടോ, നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തതൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറിൽ വന്നിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ ആ ടിന്നൊന്ന് നന്നായി തട്ടി കൊടുക്കുന്നു. എൻ്റെ അടുത്ത് ബെറീസ് ചെറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂ, ഡേറ്റ്സ്
എല്ലാം വെച്ച് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുകയാണ്. ഒരു പക്ഷേ കേക്ക് പൊങ്ങി വരുമ്പോൾ ഇതെല്ലാം താന്നു പോകുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഏറ്റവും നടുക്കായിട്ട് ഡേറ്റ്സ് വെച്ച് കൊടുക്കുന്നു. ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് അത് ചൂടായി കിടപ്പുണ്ട്. അതിലോട്ട് ഒരു റിങ് വെച്ച് കൊടുക്കുന്നു. അതിലോട്ട് നമ്മൾ ഈ ബാറ്ററിൻ്റെ ഈ പാത്രം അങ്ങ് വെച്ച് കൊടുക്കുന്നു. അതിനെ ഒരു മൂടി കൊണ്ട് അടച്ച് ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. 45 മിനിറ്റായി. എന്തായിന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല കളറൊക്കെ ഉണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി. തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി നോക്കാം. ഇപ്പം നന്നായി തണുത്തു. നമുക്ക് കേക്ക് എങ്ങനെയായത് നോക്കാം. നന്നായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നോക്കൂ, വാവ്, നന്നായി വന്നിരിക്കുന്നു. കാണുമ്പോൾ തന്നെ എന്ത് രസമുണ്ടല്ലേ കാണാൻ. നമുക്ക് നല്ല കളറോട് കൂടി നല്ല ഒരു പ്ലം കേക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇതിന് മുകളിലായി കുറച്ച് റമ്മ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ് നിങ്ങൾ കണ്ടത്. അത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും തരും. എല്ലാവരും ഈ ക്രിസ്മസിന് ഈ കേക്കൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റായി അറിയിക്കണം. എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ക്രിസ്മസ്.